ബിഗ് ബോസിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രമോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ഇതിനകത്ത് എവിക്ഷനാണ് അനൗൺസ് ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് സാബുമോനും അനുമോളും കണ്ണും തള്ളി നോക്കി നിൽപ്പുണ്ട്. ബാക്കിയുള്ള വീട്ടുകാരെല്ലാം സെയിം എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഇതൊരു അൺഫെയർ എവിക്ഷൻ ആവാനാണ് സാധ്യത കൂടുതൽ. ജിസേൽ എവിക്റ്റ് ആയി എന്നുള്ളത് പലയിടത്തും കണ്ടു, പല കമൻറ്റ് സെക്ഷനിലും കണ്ടു. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ ജിസേലാണ് എവിക്റ്റ് ആവുന്നതെങ്കിൽ, അതായത് സാബുമോനെയൊക്കെ അവിടെ നിർത്തിയിട്ട് ജിസേൽ എവിക്റ്റ് ആവുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു അൺഫെയർ എവിക്ഷനാണ്. അറ്റ് ദ സെയിം ടൈം ജിസേൽ നിൽക്കുന്നത് കൊണ്ട് ആര്യൻ്റെ ഗെയിം മോശമാകുന്നു എന്നത് ഒരുപാട് ആൾക്കാരുടെ ഒരു പരാതിയും കൂടെയായിരുന്നു. അത് കാരണം കൊണ്ടും ആൾക്കാർക്ക് ജിസേലിനെ ഇഷ്ടപ്പെടാതെ, ജിസേലിന് വോട്ട് ചെയ്യാതെ ജിസേൽ ഔട്ട് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സാബുമോനെ അവിടെ നിർത്തിക്കൊണ്ട് ജിസേലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിനോട് അല്ലെങ്കിൽ എവിക്റ്റ് ചെയ്യുന്നതിനോട് നമുക്കത്ര യോജിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ചില ഗെയിമേഴ്സിൻ്റെ ഗെയിം നന്നാവാൻ ജിസേൽ പോകേണ്ടതൊരു ആവശ്യകതയാണെങ്കിൽ നമുക്കിതിൽ നോ പറയാനും പറ്റത്തില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ന്യൂസ് ഒന്നും ഇപ്പോഴും എങ്ങും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇതെന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അത് ഇന്ന് നടക്കാൻ പോകുന്ന എവിക്ഷൻ ആയിരിക്കും. അപ്പം ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. ജിസേലാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും ജിസേൽ പോകുന്നതിൽ വിഷമിക്കുന്ന ആളെ. വീട്ടുകാർ പോലും ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. അവരുടെ കണ്ണിൽ ശരിക്കും ഒന്നും കളിക്കാതെ കുറേ ഗെയിമേഴ്സ്, ലക്ഷ്മി, സാബുമാൻ പോലെയുള്ളവർ നിൽക്കുമ്പം ജിസയിൽ പോകുന്ന സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആവും. അയ്യോ അപ്പം ഞങ്ങളൊന്നും കളിക്കുന്നില്ലേ, നാളെ ഞങ്ങളാവും ഔട്ടാവുന്നത് എന്നൊക്കെ ഒരു തോന്നൽ. അവരുടെ ഗെയിമിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ ക്ലാരിറ്റി കുറച്ചും കൂടെ വരാനുണ്ട്. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ആരാണ് എവിക്റ്റ് ആവുന്നത്, ആരാണ് ഇനി അവിടെ നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്കിനി കണ്ടിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയേക്കണേ.